ഉപദേവന്മാർ? അതില് ഗണപതിയുടെ പ്രതിഷ്ഠയ്ക്കാണ് കൂടുതൽ ഇവിടെ പ്രാധാന്യം നൽകുന്നത്. അതായത് ഗണപതിയുടെ ചൈതന്യം ഇവിടെ കൂടുതലുള്ളതായിട്ടാണ് പറയുന്നത്. അതാണ് പ്രധാനമായിട്ട് ഇവിടെ ഗണപതിക്കാണ് പ്രധാനമായിട്ട് വഴിപാട് നൽകിയ ആൾക്കാർ ഗണപതി അതിന്റെ തൊഴാനൊക്കെ ആയിട്ട് വരുന്നു. അപ്പൊ നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ കണ്ടോ മനോഹരമായ ഒരു കുളത്തിന്റെ അരികിലാണുള്ളത്. ഈ കുളം കാണിക്കാനല്ല ഞാൻ വന്നത്. ഇവിടെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരത്ത് വെലുമ്പിലിമംഗലത്താണ് ഈ ക്ഷേത്രം. ഒരു ശിവ ഗണപതി ക്ഷേത്രമാണിത്. അപ്പോൾ ഇത് ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ള ഈശ്വരമംഗലം ക്ഷേത്രം പറയും. ഇവിടെ അപ്പം വഴിപാടൊക്കെ പ്രധാന വഴിപാടായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഒരുപാട് ഐതിഹ്യമുള്ളൊരു ക്ഷേത്രമാണിത്. അപ്പൊ എന്തായാലും അതിന്റെ ആളുകളൊക്കെ അവിടെ നമ്മളെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ വീഡിയോ മാക്സിമം എല്ലാ ആളുകളിലേക്കും എല്ലാ ദേശങ്ങളിലേക്കും എത്തിക്കണം. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാട്ടോ. അത്രയും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ അപ്പം വഴിപാടിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ അപ്പം ഉണ്ടാക്കുന്നതിലൊക്കെ. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എല്ലാവരും. ഓക്കെ, ഇതാണ് പ്രസിദ്ധമായ ശ്രീ ഈശ്വരമംഗലം കണ്ണപുരം ദേവസ്വം ശ്രീ മഹാശിവ ഗണപതി ക്ഷേത്രം. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ ശ്രീകൃഷ്ണപുരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ടിപ്പുവിന്റെ പടയോട്ടക്കാലം സൈന്യം കരിമ്പുഴയുടെ, അതായത് ഇന്നത്തെ കുന്തിപ്പുഴയുടെ ഉത്തര തീരം വരെ എത്തി. അവരെ പേടിച്ച് 14 ദേശത്തെ ആപാലവൃത്തം ജനങ്ങൾ ഈ മഹാക്ഷേത്ര മതിലകം അഭയ സങ്കേതമാക്കി. അക്രമത്തിനും കൊള്ളയ്ക്കും ഇരയാകുമെന്ന് ഭയന്ന് സ്വർണവർണ്ണ പ്രഭ ചൊരിയുന്ന വിനായക വിഗ്രഹം ബ്രാഹ്മണ ശ്രേഷ്ഠർ പുഴയ്ക്കെടുത്ത് നെയ്യപ്പം വാർക്കുന്ന വലിയ കാരോലിൽ കിടത്തി ക്ഷേത്രക്കുളത്തിൽ താഴ്ത്തിവെച്ചു. പുഴ തെക്കോട്ട് മുറിച്ചു കടക്കാൻ പുറപ്പെട്ട പടയോട്ടക്കാർക്ക് മുന്നിൽ ഭീതിയുളവാക്കും വിധം ശ്രീ മഹാഗണപതി ഉഗ്രഭാവം പൂണ്ട് പ്രത്യക്ഷപ്പെട്ടുവെന്നും അവർ തിരിഞ്ഞോടി എന്നുമാണ് ഐതിഹ്യം. ക്ഷേത്രക്കുളം വറ്റിച്ച് ഗണേശ വിഗ്രഹം പുറത്തെടുത്തപ്പോൾ കണ്ട കാഴ്ച ഭക്തരെ രോമാഞ്ച കഞ്ചുകരാക്കി. അപ്പക്കാരോലിൽ ഉണ്ണി ഗണപതി അപ്പവും ഭക്ഷിച്ചുകൊണ്ട് സുസ്മേരവദനായി കിടക്കുന്നു. ഈ ഐതിഹ്യത്തെ തുടർന്നാണ് ഇവിടെ അപ്പം വഴിപാടിന് പ്രാധാന്യം കൈവന്നത്. അപ്പം വഴിപാട് നേർന്നാൽ സിദ്ധിക്കാത്തതായി ഒരു കാര്യവുമില്ലെന്ന് ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ ഭക്തർക്ക് ബോധ്യപ്പെടുത്തിയ പല കഥകളും അനുഭവസ്ഥർ പറയാറുണ്ട്. ഉണ്ണി ഗണപതിയുടെ ശക്തി പരീക്ഷണ വിധേയമല്ലെന്നതിന് കഥകൾ, ദൃഷ്ടാന്തങ്ങൾ പലതുമുണ്ട്. ചെറിയ വിഗ്രഹമല്ലേ, ഗണപതിയെ അപ്പം കൊണ്ട് മൂടിക്കളയാമെന്ന് അഹങ്കരിച്ച ഒരാൾ ആയിരക്കണക്കിന് നെയ്യപ്പമുണ്ടാക്കി കൂട്ടിയിട്ടും തങ്ക വിഗ്രഹം പോലെ മിന്നുന്ന ഭഗവാന്റെ വിഗ്രഹത്തിൽ കുറച്ചു ഭാഗം പുറത്ത് കണ്ടുകൊണ്ടേയിരുന്നു അത്രേ. ഭഗവത് ശക്തി പ്രത്യക്ഷത്തിൽ അനുഭവപ്പെട്ടപ്പോൾ സമസ്താപരാധം പൊറുക്കേണമേ എന്ന് സാഷ്ടാംഗം നമസ്കരിച്ച ശേഷം ഒരു കൂട്ട് അപ്പം കൊണ്ടുതന്നെ വിഗ്രഹം മൂടുവാൻ സാധിച്ചു അത്രേ. അപ്പം മൂടൽ ഇന്ന് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. മഹാകാര്യങ്ങൾ സുസാധ്യമാക്കാൻ 12 കൂട്ട് നെയ്യപ്പം വഴിപാട് കഴിച്ചാൽ മതിയെന്നിരിക്കെ ഗണപതിക്ക് ഇഷ്ടപ്പെട്ട ഒറ്റപ്പം വഴിപാട് കഴിച്ചാലും ഏത് അഭീഷ്ടവും സാധിക്കുന്നു. കുചേലനിലും കുബേരനിലും വിഘ്നേശ്വരമൂർത്തി ഒരുപോലെ ദയാലുവാണെന്ന് സാരം. സന്താനലബ്ധിക്ക് മലർ നിറപ്പറ നിവേദ്യവും 12 കൂട്ട് അപ്പവും പ്രധാന വഴിപാടുകളാണ്. അപ്പം കൊണ്ട് തുലാഭാരവും സവിശേഷമായ വഴിപാടാണ്. ഈശ്വരമംഗലം ദേശത്ത് ഗണപതി ഹോമം വേണമെന്നില്ല. അപ്പം വഴിപാട് കഴിച്ചാലും ആ ഫലം സിദ്ധിക്കുമത്രേ. ആ നാളികേരവും ശർക്കരയുമൊക്കെ അപ്പമാക്കി എനിക്ക് തന്നാൽ മതി എന്ന് ഗണപതി. ശ്രീ മഹാഗണപതിയെയും പാർവതി സമേതനായ ശ്രീ പരമേശ്വരനെയും ശ്രീ നരസിംഹമൂർത്തിയെയും ഭക്തിയോടുകൂടി ഉപാസിക്കുകയാണെങ്കിൽ സർവകലകളിലും വിദ്യകളിലും പ്രാവീണ്യം സിദ്ധിക്കുമെന്നതും അനുഭവഭേദ്യമായ ഒരു വസ്തുതയാണ്. നമസ്കാരം. അപ്പൊ നമ്മുടെ ഈ അമ്പലത്തെ കുറിച്ച് സംസാരിക്കാൻ നമ്മുടെ ചെയർമാൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമസ്കാരം സാർ. നമസ്കാരം. പിന്നെ ഇത് ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം? ക്ഷേത്രത്തിന്റെ ഒരു 1000-ലധികം ഉണ്ടാവുന്നതാണ് പറയണത് കണക്ക് അല്ലേ? ഇത് ഇവിടെ ക്ഷേത്രത്തിലെ 4 ട്രസ്റ്റിമാരാണുള്ളത്. പാരമ്പര്യ ട്രസ്റ്റിമാര് മാത്രമേ ഉള്ളൂ. അത് 4 ഇല്ലക്കാരാണ്. അപ്പൊ അതില് ഒരു ഇല്ലത്താണ് അംഗമാണ് ഞാൻ.
ഞങ്ങളുടെ കുടുംബം ഇവിടെ വന്നിട്ട് ഏതാണ്ട് 900 കൊല്ലത്തോളായി. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ ഈ ക്ഷേത്രം നിലവിലുണ്ടായിരുന്നു എന്നാണ് പറയണത്. അങ്ങനെ അന്നത്തെ സാമൂതിരി രാജാവ് ഈ ക്ഷേത്രത്തിന്റെ ഊരായ്മ സ്ഥാനം നൽകി. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഊരായ്മയായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിന്റെ ഏകദേശം ഒരു ചരിത്രം എങ്ങനെ, ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് കഥ ഉണ്ടാവുമല്ലോ, കേട്ട കഥകളോ അല്ലെങ്കിൽ? ഉത്ഭവത്തിനെ കുറിച്ച് അങ്ങനെ കഥകളൊന്നും പണ്ടൊന്നും ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഒരു രീതിയില്ലല്ലോ, പറഞ്ഞു കേട്ടിട്ടുള്ള അങ്ങനെ ഒരു അനുഭവങ്ങളായിരുന്നു. അപ്പൊ അത് 1000 ചില്ലാനും കൊല്ലങ്ങൾ ഉണ്ടാവുന്ന അത് ഏതാണ്ട് അതിന്റെ കാലഘട്ടം ഇപ്പൊ ഈ പ്രശ്നങ്ങളിലൊക്കെ വരുമ്പോ അവര് കാൽക്കുലേഷൻ ആ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് 1000-ലധികം വർഷങ്ങളുണ്ടെന്ന് അങ്ങനെയുള്ള കണക്കാക്കരുത്. അല്ലാതെ പണ്ടൊരു 10,000 കൊല്ലം മുമ്പ് അത് എഴുതി വെച്ചിട്ടുള്ള അങ്ങനെയുള്ള ഇതൊന്നുമില്ല. ഏതാണ്ട് ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരു കുടുംബങ്ങൾ ഇവിടെ വന്നിട്ടുള്ളതും ആ കാലഘട്ടം ഒക്കെ വെച്ചിട്ട് കണക്കാക്കിയിട്ടാണ് ഏതാണ്ട് പറയുന്നത്. അതേപോലെ ഇവിടെ ഇവിടുത്തെ പ്രതിഷ്ഠ 2 ക്ഷേത്രങ്ങളായിട്ട് കാണാനുണ്ട്. പ്രതിഷ്ഠ ഇവിടെ ശിവൻ നേരെ കാണുന്നത്, നിറയ്ക്കുന്നത് നോക്കിയാൽ നേരെ കാണുന്നത് ശിവന്റെയാണ്. അതിന്റെ പുറത്ത് ഈ കന്നിമൂലയിലാണ് ഗണപതിയുടെ പ്രതിഷ്ഠ. ഉള്ളിൽ തന്നെ അത് രണ്ടാണ് അവിടെ പ്രതിഷ്ഠ. വേറെ അകത്ത് പ്രതിഷ്ഠകളൊന്നുമില്ല. അതില് ഗണപതിയുടെ പ്രതിഷ്ഠയ്ക്കാണ് കൂടുതൽ ഇവിടെ പ്രാധാന്യം നൽകുന്നത്. അതായത് ഗണപതിയുടെ ചൈതന്യം ഇവിടെ കൂടുതലുള്ളതായിട്ടാണ് പറയുന്നത്. അതാണ് പ്രധാനമായിട്ട് ഇവിടെ ഗണപതിക്കാണ് പ്രധാനമായിട്ട് വഴിപാട് നൽകിയ ആൾക്കാർ ഗണപതി അതിന്റെ തൊഴാനൊക്കെ ആയിട്ട് വരുന്നത്. ഇത് അപ്പം വഴിപാടാണ് ഇതില് വഴിപാടുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് സാധാരണ ക്ഷേത്രങ്ങളിലുള്ള എല്ലാ വഴിപാടുകളും ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വഴിപാടെന്ന് പറയാൻ ഈ അപ്പത്തിന്റെ വഴിപാടാണ്. അപ്പം അത് ഒറ്റപ്പം ഉണ്ട്, അതുപോലെ തന്നെ ഈ കാരോലപ്പം, 2 രീതിയിൽ. അപ്പൊ ഏതാണ്ട് ഒരു 5 കൂട്ടം എന്ന് പറഞ്ഞാൽ 13, 15, 1500, 2000-ഓളം അപ്പം സാധാരണഗതിയിൽ ഒരു ദിവസം ഉണ്ടാവും. അപ്പൊ പലപ്പോഴും ആൾക്കാർ ആവശ്യപ്പെടുമ്പോ കിട്ടാറില്ല. പിന്നെ ഒറ്റപ്പം അത് കുറച്ചെണ്ണം ഉണ്ടാക്കും, നേരത്തെ കുട്ടി ബുക്ക് ചെയ്യണനുസരിച്ച്. ഇങ്ങനെയാണ് അതിന്റെ ഈ നമ്മളിപ്പോ അപ്പം വഴിപാട്. പിന്നെ അതാണ് ഒരു പ്രധാനമായിട്ട്. പിന്നെ അപ്പം മൂടൽ ഇപ്പൊ പ്രധാനമായിട്ടൊരു വഴിപാടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മൂട്, അതായത് അപ്പം കൊണ്ട് മറ്റേ വിഘ്നേശ്വരന് ഗണപതിയെ മൂടിക്കൊണ്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ അടുത്ത കാലത്ത് ഒരു വഴിപാട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാറുണ്ട്. ഓരോരുത്തരെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോ പിന്നെ ഇതില് മറ്റേ വളരെ ഇപ്പോ എന്താ വെച്ചാൽ യാത്രാ സൗകര്യമൊക്കെ കൂടിയ കാലഘട്ടം കൊണ്ട് വളരെ ദൂരത്തുനിന്നുള്ള ആൾക്കാർ വരാറുണ്ട്. വൈകുന്നേരങ്ങളൊക്കെ പാലക്കാട്ടിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്ന് തൊഴാറുണ്ട്. വൈകുന്നേരം 7 മണിക്ക് ഇവിടെ അടയ്ക്കും. അതിന്റെ മുമ്പേ ആയിട്ടുള്ള സമയത്ത് വരുന്ന ആൾക്കാർ അതിനു വേണ്ടി വരാൻ ശ്രമിക്കുക. 7 മണിക്ക് അടയ്ക്കുന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മ വയ്ക്കാം. ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മള് ചില വഴിപാടുകൾക്കൊരു പ്രത്യേക, അതായത് ഇന്ന കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതുണ്ടാവുമല്ലോ ചില അമ്പലങ്ങളിലൊക്കെ. ഇവിടുത്തെ അങ്ങനെ എന്താണ് ഇതിന്റെ ഒരു? അതായത് മറ്റേ ഗണപതിക്ക് പ്രാർത്ഥിച്ചിട്ട് എന്താ ഉദ്ദേശം എന്നതിന് പ്രത്യേകം ഒന്നുമില്ല. ഗണപതിക്ക് അപ്പം വഴിപാട് ആഗ്രഹിക്കുന്ന അതിനു വേണ്ടി അപ്പം അതെ, അങ്ങനെയാണ് അതിന്റെ. അത് എന്താ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശം വെച്ചിട്ട് അത് ഒരപ്പം മുതൽക്ക് മറ്റേ 12 കൂട്ട് വരെയൊക്കെ എന്ന് പറയുന്നത്. 12 കൂട്ടം എന്ന് പറഞ്ഞാൽ 13, 36, 3600 അപ്പാണ് 12 കൂട്ടം. അങ്ങനെയൊക്കെ പതിവുണ്ട്. ഒരപ്പം മുതൽക്ക് എത്ര ഈ ഭക്തന്റെ കഴിവിനനുസരിച്ച് എങ്ങനെ വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ ദേവസ്വം ബോർഡാണ്, ഞാൻ അതിനെപ്പറ്റി പറയാം. മുമ്പേ ഈ ക്ഷേത്രം, അതായത് ഇത് നരസിംഹമൂർത്തി ക്ഷേത്രം ഈ കുറച്ചപ്പുറത്തായിരുന്നു. ഇതിന്റെ അപ്പുറം അതിപ്പോ 89-ൽ ഇങ്ങോട്ട് കുറന്ന് ഇവിടെ പുനഃപ്രതിഷ്ഠ. അതിപ്പോ ഈ അകത്ത് ഇതിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറൊരു കോമ്പൗണ്ടിന്റെ പുറത്തായിട്ട് ഇവിടെ ഇങ്ങനെ വേറൊരു കോമ്പൗണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പൊ ആദ്യകാലത്ത് ഈ ട്രസ്റ്റിമാര് ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്നപ്പോ കുറച്ചു കാലം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പിന്നെ 2008-ല് മലബാറില് ദേവസ്വം ബോർഡ് വന്നതിന്റെ ശേഷം ഈ ക്ഷേത്രങ്ങളെ ഒക്കെ ഏകോപിപ്പിച്ചിട്ട് ഒരു നല്ല ഭരണം, അവിടുത്തെ ജീവനക്കാരുടെ അതുപോലെ തന്നെ വരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നല്ല കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മലബാർ ദേവസ്വം ബോർഡിന് ക്ഷേത്രം മറ്റേ ഇത് വിട്ടുകൊടുക്കാണ്ട്. പക്ഷെ ഭരണ ട്രസ്റ്റിമാരെ നടത്തുകയാണെങ്കിലും ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം നിൽക്കുന്നത്. ഇവിടെ പാരമ്പര്യ ട്രസ്റ്റികളുള്ളൂ, പാരമ്പര്യേതര ട്രസ്റ്റികളില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയാണ്. പിന്നെ കൂടുതൽ എന്തെങ്കിലും
ചോദിക്കാനുണ്ടെങ്കിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ മലബാർ ദേവസ്വം ബോർഡിന് മലബാറിൽ ദേവസ്വം ബോർഡ് വന്നപ്പോ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ മലബാറിലെ ക്ഷേത്രങ്ങളൊക്കെ കൊണ്ടുവന്നുള്ളൂ ഒന്നിച്ചൊരു ഭരണ സൗകര്യത്തിന് ഇതൊക്കെ അങ്ങനെ വന്നപ്പോൾ മലബാർ ദേവസ്വം ബോർഡിലേക്ക് വിട്ടുകൊടുക്കേണ്ടായിരുന്നു. അതിന് കാരണം തന്നെയാണ് ജീവനക്കാരുടെ ക്ഷേമം, അതുപോലെ തന്നെ മറ്റേ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് വരുന്ന സൗകര്യം. ഇപ്പൊ ചില ആൾക്കാർ വരുന്ന സമയത്ത് ചില അസൗകര്യങ്ങളൊക്കെ ചില പറയാറുണ്ട്. എന്തായാലും കൂടുതൽ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രമേണ അതിങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്താൽ പുറത്തുനിന്നാണ് കണ്ടമാനം ആളുകൾ വരും. അപ്പൊ അവർക്കുള്ള ഒരു വഴി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇത് ചെറുപ്പളശ്ശേരി മണ്ണാർക്കാട് റൂട്ടില്, അല്ലെങ്കിൽ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാന്ന് വെച്ചാൽ ചെറുപ്പളശ്ശേരി കരിമ്പുഴ റൂട്ടില് ശ്രീകൃഷ്ണപുരം ചന്തപ്പുര അല്ലെങ്കിൽ മണ്ണമ്പറ്റിക്ക് പോകുന്ന റൂട്ടില് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നടന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. നടക്കുകയാണെങ്കിൽ ബസ്സിൽ വരുന്ന ആൾക്കാർ പല ഗണപതിയുടെ ശക്തി എന്ന് പറയുമ്പോൾ അത് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്നതല്ല. ഗണപതിയുടെ ശക്തി നമ്മളൊരു ഇതായിട്ടല്ല. ഇപ്പൊ സയൻസും പല കാര്യങ്ങളും അതാണല്ലോ കൂടുതൽ ഭക്തജനങ്ങൾ വരുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ അത് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ ഒരു വിശ്വാസം ഒക്കെ കൂടുതൽ വരുന്നതുകൊണ്ടാണല്ലോ വരുന്നത്. പ്രത്യേകിച്ച് ജനങ്ങളുടെ സഹകരണം വളരെയധികം കൂടിയപ്പോഴാണ് ക്ഷേത്രം ഇത്രയധികം പുരോഗതി ഉണ്ടായത്. അതിങ്ങനെ പുരോഗമിച്ചു വരുന്നു. ഇനി കുറച്ചും കൂടി ഞങ്ങൾക്ക് പാർക്കിംഗ് ഏരിയയുടെ ചില ഈ വാഹനങ്ങൾ വരുമ്പോൾ ചില അസൗകര്യങ്ങൾ ചില ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് സ്ഥലമൊക്കെ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാർ ദേവസ്വം ബോർഡ് മറ്റേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര്, ഇപ്പോഴത്തെ പ്രസിഡന്റ് MR മുരളി, അതുപോലെ തന്നെ ഈ ഏരിയ കമ്മിറ്റി മറ്റേ ആയാലും മെമ്പർമാരായാലും ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിയുടെ കാര്യത്തില് രാഷ്ട്രീയം എന്തായിക്കോട്ടെ വളരെയധികം എല്ലാവരും സഹകരിക്കുന്നുണ്ട് എന്നുള്ള വലിയധികം സന്തോഷമാണ്. പ്രത്യേകിച്ച് മറ്റേ നാട്ടുകാരുടെ കാര്യം വളരെയധികം സഹകരണം ഉണ്ട് എന്നുള്ളത് പറയണം. പിന്നെ രാവിലെ ഇപ്പോ മണ്ഡലകാലത്ത് എല്ലാ ഞായറാഴ്ചകളിലും 30 വെള്ളിയാഴ്ചകളിലും രാവിലെ കുറച്ചു പേർക്ക് പ്രഭാത ഭക്ഷണം ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് 30 വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം അങ്ങനെ അന്നദാനമായിട്ടുള്ള ആഘോഷം എന്താ ഇവിടുത്തെ പ്രധാന ആഘോഷം 2-3 ഈ പ്രതിഷ്ഠയുടെ അവിടെയാണ്. ഇപ്പോ മറ്റേ അകത്ത് നിരവധി എന്താ പറയാ മീനമാസത്തിലെ പ്രതിഷ്ഠോത്സവം മീനമാസത്തിലാണ്. അപ്പോ അതാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ വേറെ ഒരു ദിവസത്തിലാണ്. രണ്ടും അവിടുന്ന് കൊടുന്നതുകൊണ്ട് ഇവിടുത്തെ പ്രതിഷ്ഠ നരസിംഹമൂർത്തിയുടെ അവിടുത്തെ ദിവസം വേറെയാണ്. അവിടുത്തെ ഉത്സവമായിട്ട് അങ്ങനെയല്ല, എന്തെങ്കിലും അന്നത്തെ പ്രത്യേക പൂജകള് ഇതൊക്കെ ഉണ്ടാവും. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ ഒരു 3, 4, 5 ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം എന്തെങ്കിലും കലാപരിപാടികളും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരു കൊല്ലത്തിൽ ഒരു സപ്താഹം പതിവുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്.